നിർമ്മല മാതാവേ. ഫെബ്രുവരി 8 വിശുദ്ധ ജോസഫൈൻ ബക്കീത്ത. 1869 ആഫ്രിക്കയിലെ സുഡാനിലാണ് ബക്കീത്ത ജനിച്ചത്. കൊട്ടാര സദൃശമായ വീട്ടിൽ കഴിഞ്ഞിരുന്ന അവളെ 7ാമത്തെ വയസ്സിൽ അടിമക്കച്ചവടക്കാർ തട്ടിയെടുത്തു. മാനസികമായും ശാരീരികമായും പീഡനമേറ്റ അവൾ സ്വന്തം പേരുപോലും മറന്നു. അവളുടെ യജമാനൻ നൽകിയ പേരാണ് ബക്കീത്ത. ഭാഗ്യവതി എന്നാണ് ആ പേരിനർത്ഥം. ഒരു യജമാനൻ അവളെ മുസ്ലിം മതത്തിൽ ചേർത്തു. പിന്നീട് സുഡാനിലെ ഇറ്റാലിയൻ നയതന്ത്ര പ്രതിനിധിയായ കലിസ്റ്റോ അവളെ വിലയ്ക്ക് വാങ്ങി. അവരുടെ ഭവനത്തിൽ അവൾ ആദ്യമായി സന്തോഷവും സമാധാനവും അനുഭവിച്ചു. സുഡാനിലെ രാഷ്ട്രീയ സാഹചര്യം പ്രതികൂലമായതിനാൽ ഇറ്റലിയിലേക്ക് പോയി. സുഹൃത്തായ അഗസ്റ്റോയും കുടുംബവും യാത്രയിൽ അവരോട് ഒത്തുചേർന്നു. അഗസ്റ്റോയുടെ ഭാര്യ ബക്കീത്തായെ തങ്ങളോടൊപ്പം കൂട്ടി. വൈകാതെ വെനീസിലെ കനോസിയൻ സിസ്റ്റേഴ്സിന്റെ കൂടെ അവൾ വസിക്കാനിടയായി. അവരിൽ നിന്നും അവൾ സത്യദൈവത്തെ അറിഞ്ഞു. 1890 അവൾ മാമോദീസ സ്വീകരിച്ചു. നിയമപരമായ പല തടസ്സങ്ങൾ നേരിട്ടെങ്കിലും തന്റെ ദൈവവിളി തിരിച്ചറിഞ്ഞ ബക്കീത്ത 1898 ആ സമൂഹത്തിൽ നിത്യവ്രത വാഗ്ദാനം നടത്തി. പാവങ്ങൾക്കും നിസ്സഹായർക്കുമായി സ്വജീവിതം അവൾ സമർപ്പിച്ചു. അവളുടെ വിനയവും ലാളിത്യവും എല്ലാവരെയും കീഴ്പ്പെടുത്തി. 1947 ഫെബ്രുവരി 8 ഇറ്റലിയിലെ ഷിലോയിൽ നിര്യാതയായ ബക്കീത്തായെ 2000 ഒക്ടോബർ 1 ജോൺ പോൾ II മാർപ്പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ഒരു വ്യക്തി ജീവിതത്തിൽ നേരിടുന്ന ഏതൊരു പ്രതിസന്ധിയും വിശുദ്ധിയിലേക്ക് അവരെ നയിക്കാനുള്ള മാർഗമാണെന്ന് ഈ വിശുദ്ധിയുടെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു.